ഇത് ഈസ്റ്ററിൻ്റെ തലേ ദിവസം വളരെ പെട്ടെന്നെടുത്ത ഒരു വീഡിയോ ആണേ. പിറ്റേന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ബിസിയുള്ളൊരു ദിവസമായിരുന്നു. അപ്പം പാല് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞാനും എന്നെയും കൂടെ പാല് വാങ്ങിക്കാൻ തീരുമാനിച്ച് പോവുകയാണ്. അതിൻ്റെ ഷോയാണ് എന്നെ കാണിക്കുന്നത്. കുപ്പി എടുക്കാൻ പറഞ്ഞപ്പോൾ കുപ്പി എടുക്കുന്നില്ല. പിന്നെ പാൽ സൊസൈറ്റി വന്നിട്ട് വലിയ ജാടയിൽ പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്ന വീഡിയോസാണ്. പിന്നെ അത് കഴിഞ്ഞപ്പം അപ്പൂൻ്റെ മുടി അങ്ങ് വളർന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് വെട്ടിക്കാമെന്ന്. കട്ട പോസ്റ്റായിരുന്നു അവിടെ. ഇന്ന് കട്ട പോസ്റ്റിൻ്റെ ഒരു ദിവസമായിരുന്നു. കാരണം ചെന്നിടത്തെല്ലാം വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പം തന്നെ അവിടെ 4 പേര് മുടി വെട്ടാനിരിക്കുന്നു. ഓൾറെഡി 2 പേര് വെട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ 2 പേര് വെയിറ്റിങ്ങും. അവസാനം എന്തായാലും ദൈവം സഹായിച്ച് ഇരുന്നതിലൊരാൾ പറഞ്ഞു കൊച്ചു പയ്യനെ അങ്ങ് വിട്ടേക്കാൻ. അങ്ങനെ അവൻ്റെ വെട്ടാനായിട്ട് കയറി. എല്ലാ പ്രാവശ്യവും കൂട്ട് തന്നെ ഇപ്രാവശ്യവും പറ്റ തന്നെ വെട്ടിയത്. പറ്റ വെട്ടിയില്ലെങ്കിലേ പെട്ടെന്ന് തല വിയർക്കുന്നതായതുകൊണ്ടേ അതുകൊണ്ട് അവന് എപ്പോഴും പറ്റ വെട്ടുക ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു തോന്നലുണ്ട്, മുടി വളർന്നു കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് പനി വരുമെന്ന്. അതുകൊണ്ട് ഒരു നിമിഷം പോലും മുടി വളരാൻ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ് നേരെ ചിക്കൻ കടയിലോട്ടാണ് വന്നത്. അവിടെയും പോസ്റ്റ്. കാരണം ഒരു 4 പേരവിടെ നിൽപ്പുണ്ട്. അവർക്ക് 1 കിലോയും 2 കിലോ ഒന്നുമല്ല, 5ഉം 6ഉം കിലോ വീതം അവർ വാങ്ങിക്കുന്നത്. അപ്പം ഒരു 4-5 കോഴിയെ ഒരാൾക്ക് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. നിങ്ങളുടെ അവിടെ എത്ര ചിക്കന് വില എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഏകദേശം 102 രൂപയായി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടടാ TV-യുടെ ചാർജ് തീർന്നു. കുറച്ച് കപ്പലണ്ടി എടുത്ത് TV കാണാമെന്ന് പറഞ്ഞ് വന്നിരുന്നത്. അപ്പോൾ ഉണ്ട് TV-ക്ക് ചാർജില്ല. പിന്നെ TV-യുടെ ചാർജൊക്കെ ചെയ്തപ്പോൾ ഉണ്ട് വന്നു നമ്മുടെ ബാഹുബലി. 2 പേർക്കും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാറ്റമില്ല. അപ്പൂൻ്റെ തലയിൽ വരെയൊക്കെ ഇട്ട ഇപ്രാവശ്യം മുടി വെട്ടിയേക്കുന്നത്. അത് കുറച്ച് നേരം ബാഹുബലിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ റുട്ടീൻ അടുക്കളയിലോട്ട് കയറി. കുറേ പാത്രങ്ങൾ, ചായ കുടിച്ച കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴുകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് ഇനി അരി അരയ്ക്കാനുണ്ട്. അപ്പോൾ അത് ഇനി ചെയ്യേണ്ടുന്ന പരിപാടിയുണ്ട്. ആദ്യമേ ഇതങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം കള്ള് ചേർത്തുള്ള അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയും അരിയും പിന്നെ ഈസ്റ്റ്, കള്ള്, അതോടൊപ്പം തന്നെ തേങ്ങാവെള്ളം ഇത്രയും ചേർത്താണ് ഇപ്രാവശ്യത്തെ അരി അരയ്ക്കുന്നത്. സാധാരണ കള്ളങ്ങനെ ചേർക്കാറില്ല. ഇപ്രാവശ്യം ഇച്ചിരി കള്ള് കിട്ടിയതുകൊണ്ട് കള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു 1/2 ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തേങ്ങയുടെ വെള്ളം, പിന്നെ കുറച്ച് ഈസ്റ്റ്, കുറച്ച് പഞ്ചസാര ഇത് ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കും. എല്ലാ മിക്സിൻ്റെ കൂടെ ഇത് ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. ഓരോ പ്രാവശ്യവും ബാച്ചായിട്ട് അരി അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓരോന്നിൻ്റെയും കൂടെ പഞ്ചസാര ഇട്ട് അരച്ചെടുത്ത് വെക്കും. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. വേണമെങ്കിൽ നാളെ രാവിലെ ചേർത്താൽ മതി. പക്ഷേ ഞാനിതിൻ്റെ കൂടെ തന്നെ ചേർത്തങ്ങ് അരയ്ക്കും. ഇത് ഏകദേശം ഒരു വലിയ തേങ്ങാപ്പീര ഉണ്ടായിരുന്നു. അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ച് വെച്ചു. ഇത് ഞാൻ ഈസ്റ്ററിൻ്റെ തലേ ദിവസം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നാളെ ഇതെങ്ങനെ വരുമെന്നറിയില്ലല്ലോ. കാരണം നന്നായിട്ട് വന്നില്ലെങ്കിൽ അപ്പം ശരിയാവില്ല. കാരണം നല്ലൊരു ദിവസമായിട്ട് നല്ല അപ്പം കഴിക്കണ്ടായോ. സാധാരണ